అల్లు అర్జున్ పై చాలా మంచి నటించిన నేను చూడు बहुत अच्छा है बहुत अच्छा है അല്ലു അർജുനൊന്നും ഭാരതവാസിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കില്ല എന്നുള്ളത് 100% ഞാൻ ഉറപ്പ് പറയാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര പോരാ. കഴിഞ്ഞപ്പോഴേ പറഞ്ഞു അസലായിട്ടുണ്ട്. അത് നമ്മുടെ അഭിമാനമാണ്. ചങ്ക കുറെ ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. നമുക്ക് പൈസ മുതലാവും. പിന്നെ ഫഹദിന്റെ ആണെങ്കിലും ഫഹദിനെയും അല്ലുവിനെയും കമ്പയർ ചെയ്യാനേ പറ്റുന്നില്ല. രണ്ടാളും ഒന്നിനൊന്ന് മെച്ചമെന്ന് തന്നെ പറയാം. നമുക്ക് അത്രയും കിട്ടുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് ഹോൾ ക്രൂവിനാണ്. സോ പുഷ്പ 1, 2 ക്രൂ ഹാറ്റ്സ് ഓഫ് ടു യു. പോളി മൂവി അമേസിങ്. എന്തോ ഫയർ ആണോന്നോ? ഫയർ ആണല്ലോ അല്ലു അർജുൻ. ഓരോ മൂവിലും ഓരോ ക്യാരക്ടറും ഡിഫറെൻ്റ് ആണല്ലോ. സോ ഞാൻ പറഞ്ഞില്ല, അല്ലു ആണെങ്കിലും ഫഹദ് ആണെങ്കിലും രണ്ടുപേരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടും ഫൈറ്റും എല്ലാം കൊറിയോഗ്രാഫിയും ഇമോഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയതാണ്. അടിപൊളി തോന്നി. എന്തോ ആ സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാണ്. അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ അന്ന് ഡബിങ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞാണ് അസലായിട്ടുണ്ട് എന്നുള്ളത്. അത് നമ്മുടെ അഭിമാനമാണ്. ചങ്കാണ്. അയ്യോ ഒന്നുമില്ല. പുഷ്പ എന്നാൽ വൈൽഡ് ഫയർ ആവട്ടെ, ഇന്റർനാഷണൽ ആവട്ടെ അല്ലേ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഞാൻ ഇനി 3-4 ദിവസം കഴിയുമ്പോൾ മലയ്ക്ക് വന്നിരിക്കുക. പക്ഷെ നമ്മുടെ ശ്രീലീലയുടെ ആ ഡാൻസ് കണ്ടപ്പോൾ 1-1.5 ഡാൻസ് ആയിരുന്നു. രോമാഞ്ചം കൊണ്ട് പുളകിനായി കോരിത്തെരിച്ചു പോയി. പിന്നെ നമ്മുടെ ആ ക്ലൈമാക്സ് എടുക്കുമ്പോൾ നമ്മുടെ അല്ലുഫായിയുടെ ഒരു 1.5 ഫൈറ്റ് ഉണ്ട്. അത് ഒന്നും പറയാനില്ല. ആ ഒരു കോലവറി മാസ് ഐറ്റം തന്നെ, ഒരു വെറൈറ്റി ഐറ്റം ആയിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടാലേ മനസ്സിലാവും. രോമാഞ്ചം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ ഈ കിംബോ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒറ്റ നോട്ടം കൈയടിച്ച് പൊടിച്ച് മറിച്ച് പാർട്ട് 3ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ഈ കിംബോയി. ഒന്നും പറയാനില്ല. പറഞ്ഞടിക്കല്ല. ഫഹദ് ഫാസിലെ പുള്ളിയായിട്ടുള്ള അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അത് കൊള്ളാം. പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പടം ഫസ്റ്റ് ഹാഫിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര പോരാ. ആദ്യത്തെ 2ാം ഭാഗം അത്ര ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ഡ്രാമ പോലെ ഫീൽ ചെയ്തു, ഒരു നാടകം പോലെ, ഒരു ഷോർട്ട് ഫിലിം പോലെയൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫൈറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. കുറേ സംഭവങ്ങളൊക്കെ മേക്കിങ് നന്നായിട്ടുണ്ട്. പക്ഷേ പൊതുവേ പറയുകയാണെങ്കിൽ സിനിമ വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫഹദ് ഫാസിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലാണ് ഫഹദ് ഫാസിൽ അഭിനയിച്ചിട്ടുള്ളത്. അല്ലു അർജുനും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ സൈഡിൽ എന്തോന്നറിയില്ല, ഒരു വലിച്ചു നീട്ടി കൊണ്ടുപോയ പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വേറെ ലെവല. ഇനി പാർട്ട് 3യിലും കാണാം. ഇനി പുഷ്പയുടെ അടുത്ത കളികൾ. അങ്ങനെയല്ല, ഇത് നമ്മുടെ മഴവ് പോലെ ഇരിക്കും. എന്നാലും ഇത് വെച്ച് നമുക്ക് മരം വെട്ടാം. ഇത് വെച്ചും വെട്ടാം. ഫസ്റ്റില്ല ഇത് വെച്ചാൽ വെട്ടി തുടങ്ങിയത്. అల్లు అర్జున్ పై చాలా మంచి నటించిన సుకుమార్ బాయ్ చాలా మంచి చేస్తా మూవీ. నేను చూడు बहुत अच्छा है बहुत अच्छा है. తెలుగు కొంచెం కొంచెం తెలుసు. చెప్పు నేను చెప్పు తెలుసు చెప్పండి. ओके చాలా बहुत अच्छा मूवी है. पूरा आदमी आके देखो कैसा करते हो इधर. आदमी लोग कैसा करेगा पता चलेगा. ये मूवी अच्छा बहुत अच्छा बहुत बड़ा मूवी है. पुष्पा पैन इंडियन मूवी. Yeah.
താമസിക്കുന്ന പടം ഹിറ്റാണ്. ഒരു 600 കോടി എന്തായാലും കളക്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലു അർജുനനെയൊക്കെ തൂക്കിയടിച്ചു എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ ഒന്നും ഫഹദ് ഫാസിലിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളതാണ്. ഫഹദ് ഫാസിലാണ്, പപ്പയാണ് ഈ പടം കൊണ്ടുപോകുന്നത്, പപ്പയുടെ കയ്യിലാണ് ഈ സിനിമ. അല്ലു അർജുനൊന്നും ഫഹദ് ഫാസിലിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കില്ല എന്നുള്ളത് 100% ഞാൻ ഉറപ്പ് പറയാണ്. പിന്നെ അദ്ദേഹം ബോളിവുഡിലേക്ക് കടക്കാൻ പോവാണ്. ഒരു എൻട്രി വന്നിട്ടുണ്ട് ഫഹദ് ഫാസിലിന്. ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം ഇത്രയും നല്ലൊരു നടനെ മലയാളത്തിൽ കിട്ടിയത് വളരെ അഭിമാനകരമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇനിയുള്ള ഈ തലമുറയിൽ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരാൾ തന്നെ ആയിരിക്കും അടുത്ത സൂപ്പർ സ്റ്റാർ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പൃഥ്വിരാജ്, ടൊവിനോ തുടങ്ങിയിട്ടുള്ള മറ്റുള്ള കഥാപാത്രങ്ങളെല്ലാം ഫഹദ് ഫാസിലാണ് ഇനി അടുത്ത സൂപ്പർ സ്റ്റാർ, അടുത്ത മെഗാസ്റ്റാർ പദവിയിലേക്ക് ഫഹദ് ഫാസിലാണ്. ഒരു രക്ഷയില്ല. ഈ പടം ഒന്ന് എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കണ്ട് വിജയിപ്പിക്കുക. പിന്നെ ഇതിനകത്ത് കുറെ ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, സൂപ്പറാണ്. നമുക്ക് പൈസ മുതലാവും എന്തായാലും ഉറപ്പാണ്. എല്ലാ പ്രേക്ഷകർക്കും വന്ന് കാണാൻ അടിപൊളിയാണ്. ഒരു ഐറ്റം ഡാൻസ് ഉണ്ട് കേട്ടോ, എല്ലാവരും വന്ന് കാണണം കേട്ടോ. ഐറ്റം ഡാൻസ് ഉണ്ട്. എല്ലാവർക്കും ചെറുപ്പക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും.